പൊട്ടിക്കാറായ ടയറുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര. കൊല്ലം കൊട്ടാരക്കര കലയപുരത്താണ് സംഭവം. ബസിന്റെ മുൻ ആക്സിൽ ഒടിഞ്ഞ് 500 മീറ്ററോളമാണ് റോഡിലൂടെ ഉരഞ്ഞു നീങ്ങിയത്. ബസിൽ 13 കുട്ടികളുണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഏനാത്ത് പ്രവർത്തിക്കുന്ന മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ് അപകടകരമായ രീതിയിൽ ഓടിയത്. സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൊട്ടാരക്കര ബിജു. ഭാഗ്യം കൊണ്ട് മാത്രം അപകടം സംഭവിക്കാഞ്ഞ ഒരു കേസാണിത്. സ്കൂൾ ബസ് നിറയെ കുട്ടികളുമായിട്ട് വരികയായിരുന്നു. അവിടെ നല്ല ഇറക്കമാണ്. ആ ഇറക്കത്തെ ആ വളവിലാണ് ഒരു ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ റോഡ് സേഫ്റ്റി വോളണ്ടിയേഴ്സ് ഇവിടെ ഓരോ സ്കൂൾ ബേസ് ചെയ്ത് ഓരോ സ്ഥലത്തുമുണ്ട്. ഈ സേഫ്റ്റി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയ അങ്ങനെ അഭിലാഷ് ഉണ്ട്. അദ്ദേഹം വിളിച്ചു, ഇങ്ങനെ നമ്മുടെ ബസ് അപ്പോൾ തന്നെ നിർത്തിപ്പിച്ചു, സൈഡാക്കി നിർത്തും. അവർക്ക് ഇത്രയും ദൂരം ഒരഞ്ഞ് നീങ്ങുമായിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആക്സിൽ ടയറിൽ നിന്നും ടയർ അസംബ്ലി മൊത്തത്തിൽ ഇറങ്ങി വരികയാണ് ചെയ്തത്. ഗ്രീസിങ്ങിൻ്റെ മെയിൻ്റനൻസിൻ്റെ അഭാവം കൊണ്ട് ബെയറിങ് ഹീറ്റപ്പായി, ബെയറിങ് പൊട്ടി. ആ ബെയറിങ് പൊട്ടുന്ന ശബ്ദമാണ് കേട്ടത്. അങ്ങനെ ടയർ അസംബ്ലി മൊത്തത്തിൽ വരികയാണ്. അടുത്തത് റോൾ ചെയ്യും, ബസ് മറിയുക പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭീകരമായ അപകടത്തിൽ നിന്നാണ് സത്യത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. തിരക്കേറിയ റോഡായിരുന്നു. അതേ 10 മണി വരെയുള്ള പീക്ക് ട്രാഫിക് ടൈമിൽ 2 RTOമാരെ, എൻഫോഴ്സ്മെന്റ് RTO ദിലു സാറും കൊല്ലം RTO അജി സാറും രണ്ടുപേരും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്സിഡന്റ് കാരണം വളരെ അലർട്ടാണ്. ഞങ്ങളെ എൻഫോഴ്സ്മെന്റ് ടീംസും മൊത്തം രാവിലെ പീക്ക് ടൈമിൽ സ്കൂൾ ബസ്സും പ്രത്യേകിച്ച് സ്കൂൾ ബസ് കോൺസെൻട്രേറ്റ് ഉള്ള ചെക്കിംഗ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ലിമിറ്റിനകത്തൊക്കെ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. അങ്ങനെ എന്തായാലും പെട്ടെന്ന് എത്തി, അതിനുവേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചു. അതുകൊണ്ട് അപകടത്തിൽ ഒരു വൻ അപകടം ഒഴിവായെന്ന് പറയാം. കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെ സേഫായിട്ട് വേറൊരു ബസ്സിലേക്ക് കയറ്റി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വാഹനം ഇവിടുന്ന് റിക്കവറി ഉപയോഗിച്ച് മാറ്റും. അതിനുള്ള സമയം കിടക്കുന്നു.